ഹായ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഈസ് ദ പ്രൈസ് ഓഫ് എ ഷുഗർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. If the expenditure is not allowed to increase, the ratio between reduction in consumption and original consumption. ഷുഗറിന്റെ വില 20% കൂടുന്നു, എക്സ്പെൻഡിച്ചർ കൂടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ കൺസംഷനിൽ ഉണ്ടായ റിഡക്ഷനും ഒറിജിനൽ കൺസംഷനും തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? നമുക്കിത് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതിനു മുമ്പ് മനസ്സിലാക്കേണ്ട കാര്യം, ഏതെങ്കിലും ഒരു സാധനത്തിന്റെ പ്രൈസ് മൾട്ടിപ്ലൈഡ് വിത്ത് കൺസംഷൻ ആണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. പ്രൈസ് ഇൻറ്റു കൺസംഷൻ ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ പർച്ചേസിങ് 2 കിലോ ഓഫ് ഷുഗർ, നമ്മൾ 2 കിലോ ഷുഗർ വാങ്ങുന്നു. നമ്മൾ 2 കിലോ ഷുഗർ വാങ്ങുന്നു. 1 കിലോ ഷുഗറിന്റെ വില 60 രൂപയാണെങ്കിൽ നമ്മുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 2 into 60, that will be equal to 120 rupees. 2 into 60, that will be equal to 120 rupees. ഈ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് when you multiply price into consumption, expenditure remains constant. അതായത് പ്രൈസ് 20% വില കൂടുന്നുണ്ട്, കൺസംഷൻ എത്ര ശതമാനം കുറഞ്ഞാൽ അല്ലെങ്കിൽ കൺസംഷൻ എത്ര റേറ്റ് കുറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആവും. ഫോർ എക്സാമ്പിൾ, പ്രൈസ് ഇൻറ്റു കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്. എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രൈസ് കൂടിയാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കണം? കൺസംഷൻ കുറയണം. കറക്റ്റ്, ഫൈൻ. സോ നമുക്കിതിനെ രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ലോജിക്കൽ അപ്രോച്ച് ആണ്. ഫോർ എക്സാമ്പിൾ, ഇനിഷ്യലി അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ദ പ്രൈസ് ഈസ് 100 rupees. പ്രൈസ് ഈസ് 100 rupees. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 20% പ്രൈസ് ഇൻക്രീസ് സംഭവിച്ചിരിക്കുന്നു. 20% പ്രൈസ് ഇൻക്രീസ് സംഭവിച്ചിരിക്കുന്നു. 20% increase means if something is 100 means it will become 120. How? For example, if it is 100, 100 into 20% will be equal to 20. That means initially it was 100, 100 plus 20, that will become 120. So the 100% increase means the price will be changes to 120 rupees. Correct? So the final price will be equal to 120 rupees. ഏത് പെർസെൻറ്റേജ് കണ്ടാലും നമുക്ക് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ, if they are telling 30% means, if you are starting taking it as 100 means, it will be changes to 130 rupees. അതെന്ത് ചെയ്താൽ മതി? You can multiply it with 1.3. Here it is 20% means you need to multiply it with 1.2. Okay, so the final price will be 120 rupees. Then പറഞ്ഞിരിക്കുന്നത്, what would be the change in the consumption? What would be the change in the consumption? So if you are taking it as consumption, നമുക്ക് കൺസംഷൻ എത്രയാണെന്ന് അറിയത്തില്ല. സോ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് വി ആർ പർച്ചേസിംഗ് ഓൺലി 1 kilogram. വി ആർ പർച്ചേസിംഗ് ഓൺലി 1 kilogram. എത്രയാണ് ഫൈനൽ കൺസംഷൻ എന്ന് അറിയത്തില്ല. സോ ലെറ്റ് us give it as x. We know that price into consumption equal to expenditure. Price into consumption is equal to expenditure. So 100 rupees price multiplied with 1 kilogram of consumption. So the expenditure will be become equal to 100 rupees. Then when you are taking it as 120 rupees, price increased to 120, price 120 രൂപയായി, കൺസംഷൻ എത്രയാണെന്ന് അറിയത്തില്ല. എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്ത് വരും? 120 into x. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എക്സ്പെൻഡിച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? The 100 will be equal to 120x. So x is going to be 100 divided by 120. It will be equal to, cancellation with the 6, it will become 5 by 6. That means x by 6 will become equal to 5 by 6. So in the സംഭവിച്ചു, the consumption changed from 1 to 5 by 6. So നമുക്ക് എന്ത് മനസ്സിലായി? the consumption എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആയിരുന്നത്, it was 1 unit that has been changed to 5 by 6 unit. Correct? So അങ്ങനെയാണെങ്കിൽ what is the reduction in consumption? Reduction in consumption എന്ന് പറയുന്നത് എന്താണ്? 1 minus 5 by 6, that is equal to 6 minus 5 by 6, that is equal to 1 by 6. So the reduction in consumption is 1 by 6. So if you take reduction in consumption, that is 1 by 6. What is the original consumption? Original consumption 1 unit ആയിരുന്നു. So if you take the ratio, reduction in consumption is to original consumption
original consumption equal to 1/6:1. So denominator 1 ആണ്. So LCM എടുത്താൽ ഇവിടെ denominator 1 ആണ്, ഇവിടെ denominator 6 ആണ്. LCM എടുത്താൽ 6 വരും. If you multiply it with 6 on the both side, so നമ്മൾ ഇതിനെ simplify ചെയ്ത് എന്ത് വരും? It will become 1:6. So the ratio of reduction in consumption to original consumption equal to 1:6. LCM simplify അറിയില്ലെങ്കിൽ 1/6, 1 divided by 1. So in order to simplify it, we need to make the denominator 6. So for that, you need to multiply the second one with the 6 on the numerator and denominator. So it will become 1/6 is to 6/6. So it is nothing but equal to 1:6. So ഇതാണ് ഇത് അപ്രോച്ച് ചെയ്യാവുന്ന ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിന് രണ്ടാമതൊരു അപ്രോച്ചിങ് മെത്തേഡ് കൂടിയുണ്ട്. ദാറ്റ് മെത്തേഡ്, വാട്ട് യു മീൻ ബൈ 20%? 20% എന്ന് പറഞ്ഞാൽ nothing but 20 divided by 100, that is equal to 1/5. 20 divided by 100, that is equal to 1/5. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? We have price. Price is increased by 1/5 factor. പ്രൈസ് 1/5 ഫാക്ടർ കൂടി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൺസംഷന് എത്രത്തോളം കുറവ് വന്നിരിക്കുന്നു. വാട്ട് ഈസ് എ റിഡക്ഷൻ ഇൻ കൺസംഷൻ? ഇവിടെ ഉപയോഗിക്കേണ്ട ലോജിക് എന്ന് പറഞ്ഞാൽ ലോജിക് വളരെ സിമ്പിൾ ആണ്. ഏതെങ്കിലും ഒരു ഫാക്ടർ n/d കൂടി എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു ഫാക്ടർ n/d കൂടി, അതിന്റെ കൗണ്ടർ ആക്ടിംഗ് ഫാക്ടർ എത്ര കുറഞ്ഞാൽ ടോട്ടൽ റിമെയിൻസ് കോൺസ്റ്റന്റ് ആണെന്ന് ചോദിച്ചാൽ, ഇഫ് ഇൻക്രീസ്ഡ് ബൈ n/d ആണെങ്കിൽ ഡിക്രീസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് n ഡിവൈഡഡ് ബൈ n+d ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇവിടെ പ്രൈസ് 1/5 കൂടിയെന്ന് പറഞ്ഞാൽ ദിസ് ഇസ് നത്തിങ് ബട്ട് ഈക്വൽ ടു n/d. അങ്ങനെയാണെങ്കിൽ n ഡിവൈഡഡ് ബൈ n+d എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 1+5, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/6. അതായത് കൺസംഷൻ എന്ത് സംഭവിക്കണം? കൺസംഷൻ 1/6 ഫാക്ടർ കുറയണം. കറക്റ്റ്? അപ്പൊ റിഡക്ഷൻ ഇൻ കൺസംഷൻ എത്രയാണ്? റിഡക്ഷൻ ഇൻ കൺസംഷൻ 1/6 ആണ്. ഒറിജിനൽ കൺസംഷൻ എത്രയായിരുന്നു? 1 യൂണിറ്റ് ആണ്. സോ 1/6:1. മുമ്പേ ചെയ്തതുപോലെ തന്നെ റേഷ്യോ സിംപ്ലിഫൈ ചെയ്താൽ യു വിൽ ഗെറ്റ് 1:6. സോ ദ റേഷ്യോ ഓഫ് റിഡക്ഷൻ ഇൻ കൺസംഷൻ ടു ഒറിജിനൽ കൺസംഷൻ ഈക്വൽ ടു 1:6. ഇവിടെ സംഭവിച്ചത് പ്രൈസ് ഇൻറ്റു കൺസംഷൻ എന്ന് പറയുന്നത് കൗണ്ടറാക്ടിംഗ് ഫോഴ്സുകളാകുമ്പോൾ, കൗണ്ടറാക്ടിംഗ് ഫിനോമിനകളാകുമ്പോൾ പ്രൈസ് 1/5 കൂടിയാൽ ഓപ്പോസിറ്റ്ലി ആക്ട് ചെയ്യുന്ന സാധനം എത്ര ശതമാനം കുറഞ്ഞാൽ, അല്ലെ എത്ര ഫാക്ടർ കുറഞ്ഞാൽ കോൺസ്റ്റന്റ് ആവുമെന്ന് ചോദിച്ചാൽ, ഇഫ് ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ n/d, so the other factor has to decreased by n divided by n+d. Okay, നേരെ തിരിച്ച് ഏതെങ്കിലും ഒരു ഫാക്ടർ പ്രൈസ് ഇഫ് ഇറ്റ് ഈസ് ഡിക്രീസ്ഡ് ബൈ n/d എന്നാണെങ്കിൽ തിരിച്ച് അതർ ഫാക്ടർ എത്ര ശതമാനം കൂടണം എന്ന് ചോദിച്ചാൽ ഇറ്റ് ഹാസ് ടു ബി ഇൻക്രീസ്ഡ് ബൈ n ഡിവൈഡഡ് ബൈ d minus n, not d plus n. It will be equal to d minus n. Okay, fine. Understood. Hope it is clear. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പ്രോബ്ലം സോൾവ് ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഡൗട്ട് താഴെ പറഞ്ഞാൽ അതിനുള്ള ക്ലാരിഫിക്കേഷൻ തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.